കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ വെറുതെ വിട്ട് കോടതി. ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി ഉൾപ്പെടെ 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി വിധിച്ചു. ഇവർക്കുള്ള ശിക്ഷാവിധി ഈ മാസം 12-നാണ്. സംഭവം നടന്ന് 8 വർഷവും 10 മാസവും തികയാനിരിക്കെയാണ് വിധി. രാജ്യം തന്നെ ഏറെ ചർച്ച ചെയ്ത കേസിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി പ്രഖ്യാപനം. കൊച്ചി നഗരത്തിൽ യുവനടിയെ കാറിൽ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ നടൻ ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കോടതി വിധിച്ചു. ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം പ്രോസിക്യൂഷന് തെളിയിക്കാനായില്ല. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 6 വരെയുള്ള പ്രതികൾ പൾസർ സുനി, മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ വി, വിജീഷ് VP, വടിവാൾ സലീം, പ്രദീപ് എന്നിവർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. പ്രതികൾക്കുള്ള ശിക്ഷ വെള്ളിയാഴ്ച വിധിക്കും. ദിലീപിനെ കൂടാതെ 7-ാം പ്രതി ചാർലി തോമസ്, സനൽകുമാർ, ശരത് എന്നിവരെയും വെറുതെ വിട്ടു. ദിലീപിനെ പോലീസ് വേട്ടയാടിയെന്ന അഭിഭാഷകൻ B. രാമൻപിള്ളയുടെ പ്രതികരണം. അതൊരു ഗൂഢാലോചനയുടെ ഭാഗം മാത്രമാണ്. അത് അന്ന് ഒരു തെളിവില്ലാണ്ടല്ലേ അന്വേഷണ ഉദ്യോഗസ്ഥൻ മൊഴി കൊടുക്കാൻ പോയത്. ഒന്നുമില്ല ആ സമയത്ത്, ഒന്നും വാദിക്കാൻ പോലും ഇല്ലാത്ത കേസായിരുന്നു. അത് കഴിഞ്ഞാണ് ഇയാളെ ഇറക്കി കുറേ തെളിവുകളൊക്കെ വന്നിട്ട് ഒന്നും ചേർന്ന് പോകുന്നില്ല. എല്ലാം ഡിസ്പ്രൂവ് ചെയ്തു, പറയുന്നതെല്ലാം കള്ളമാണെന്നുള്ളത്. ദിലീപിനെ പ്രതിയാക്കുന്നതിന് മാത്രമായിട്ട് ഒരു സീനിയർ ഉദ്യോഗസ്ഥർ ആ ടീമിലെ ഏറ്റവും ജൂനിയറായിട്ട് വൈദ്യുതി പോലീസിനെ അന്വേഷണം ഏൽപ്പിച്ചു. അതേസമയം കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർക്കുള്ള ശിക്ഷ വെള്ളിയാഴ്ച വിധിക്കും. 6 പ്രതികളെയും തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിലെത്തിച്ചു. പൊതുബോധത്തെ ഏറെ സ്വാധീനിക്കുന്ന കേസുകളിൽ തെളിവുകളുടെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് സൂചിപ്പിക്കുന്നത് പാഠമാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് നൽകുന്നത്. കോടതിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.